ഹലോ, എല്ലാവർക്കും ഫയൽ ഡെസ്കിലേക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാം, എങ്ങനെ ഒരു ഫ്രീ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ വെബ്സൈറ്റ് ക്രിയേറ്റിംഗ് നമുക്ക് കുറേ പാർട്ടായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ ഒരു ഓവർവ്യൂ ആണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഗൂഗിളോ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറോ ഏതാണെങ്കിലും ഓപ്പൺ ചെയ്യുക. അതിൽ ജസ്റ്റ് നിങ്ങൾ weebly.com എന്നടിച്ചു കൊടുക്കുക. weebly.com. weebly.com എന്ന് പറഞ്ഞൊരു സൈറ്റ് ബിൽഡറാണ്, വെബ്സൈറ്റ് ബിൽഡർ. അതിലിപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സൈനപ്പ് ഫ്രീന്ന് കാണുന്നിടത്ത് നിങ്ങളെ പേരടിക്കുക, മെയിൽ അടിക്കുക, ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് അടിച്ചിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് ഇതിപ്പോൾ ഇവിടെ 3 സൈറ്റ് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ സൈറ്റ്സാണ്. ഇത് നിങ്ങൾ പുതിയതായിട്ട് എടുക്കുമ്പം നിങ്ങൾക്ക് ഇവിടെ ആഡ് സൈറ്റ് കൊടുക്കാം. ആഡ് സൈറ്റ് കൊടുക്കുമ്പം ഇതിൻ്റെ വാട്സ്ആപ്പ് ഫോക്കസ് ഓൺ സൈറ്റെന്ന് ചോദിക്കും. ഇതിപ്പോൾ നമുക്ക് ഈ സൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ടീം സെലക്ട് ചെയ്യുക. ഇതിൽ 1000-ഓളം ടീംസ് ഉണ്ട്. അതുകൊണ്ട് ടീംസ് നിങ്ങൾക്ക് പിന്നെ ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. ഇപ്പം ഞാൻ ഒരു ടീം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും പെട്ടെന്ന് ലോഡാകുന്നൊരു വെബ്സൈറ്റ് ബിൽഡറാണിത്. ഇനി നിങ്ങൾ ഒരു ഡൊമെയ്ൻ സെലക്ട് ചെയ്യണം. ഇതിൽ സത്യം പറഞ്ഞാൽ ഇതിപ്പം ഫ്രീ വെബ്സൈറ്റിൻ്റെ ഡൊമെയിനാണ് ഈ സബ് ഡൊമെയിൻ ഓഫ് weebly. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൈസ തൊട്ട് മേടിക്കണമെങ്കിൽ ഈ രജിസ്റ്റർ ന്യൂ ഡൊമെയിൻ കൊടുക്കാം. നമുക്ക് ഫ്രീ ആയിട്ട് ആയതുകൊണ്ട് അങ്ങനെ മതി. ഇതിൽ നമുക്ക് നമ്മളെ സൈറ്റിൻ്റെ പേര് കൊടുക്കാം. സൈറ്റ് നെയിം ഓക്കെ, വരുന്നില്ല. ഈ ടേക്കർ എന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ അത് ഓൾറെഡി എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. നമുക്കൊരു നമ്പർ കൂടി ആഡ് ചെയ്ത് നോക്കാം. സൈറ്റ് നെയിം 1 2 3 എടുത്തിട്ടുണ്ടല്ലോ. 000. യെസ്, യുവർ സൈറ്റ് നെയിം 000.weebly.com അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ എടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആദ്യം തന്നെ നമ്മളൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലോഗോയാണ്. ലോഗോ വേണമെങ്കിൽ നമ്മളെ കമ്പനിയുടെ പേരാണെങ്കിൽ പേര് കൊടുക്കാം. നമുക്ക് എന്താണെങ്കിലും പേര് ഇവിടെ കൊടുക്കാം. പേരാണ് ഞാൻ ഇപ്പോൾ കൊടുത്തേക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ലോഗോ കൊടുക്കാം. ലോഗോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ലോഗോ കൊടുക്കാം. അപ്പോൾ നമുക്ക് ലോഗോ കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ പേരാണ് കൊടുത്തേക്കണം. ലോഗോ നിങ്ങൾക്ക് പ്രൊഫഷണൽ ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ബേസിക് ആയിട്ട് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പേജസൊക്കെ കാണാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ടാഗ് ലൈനാണ്. ഒരു വെബ്സൈറ്റിൻ്റെ ഓവർവ്യൂ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ഓവർവ്യൂ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഈ സെറ്റിങ്സ് കൊടുക്കണം. ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സിൽ കുറേ ഹെഡറുണ്ട്. ഇതൊരു ഹെഡറാണ്. ഈ ഹെഡർ നമുക്ക് ചേഞ്ച് ചെയ്ത് നോ ഹെഡർ കൊടുക്കാം. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നോൺ ഹെഡർ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം ഹെഡർ പോയി. ഇനി നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ടൂൾസ് കാണാം. ഈ ഓരോരോ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം. ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട്. ടെസ്റ്റ്, ഗാലറീസ്, അങ്ങനെ ഇഷ്ടംപോലെ വീഡിയോസ്
യൂട്യൂബിലൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം. ഇതുവരെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് പ്രീമിയം വെബ്സൈറ്റ് ബിൽഡറാണ്. ഇനി നമുക്ക് ഇതിപ്പം ഇനി ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മളെ തീമിൻ്റെ കളറൊക്കെ മാറ്റാം. അപ്പോൾ ഇവിടെ ഈ കളറായി. നമുക്കിങ്ങനെ കളറ് മാറ്റിക്കൊണ്ടിരിക്കാം. പിന്നെ നമുക്ക് ഈ ടീം നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ വേറെ ടീം ഇടാം. നിങ്ങൾ വേറെ ടീം ഇട്ടിട്ട് ഇനിയിപ്പം ഇതിൽ ഈ ഡിസൈൻ ഓപ്ഷൻ എടുക്കുക. ഇതിൽ സോഷ്യൽ ഐക്കൺസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് നിങ്ങളെ ഫേസ്ബുക്ക്, യൂട്യൂബ് അതുപോലുള്ള അഡ്രസ്സ് പറയുന്നൊരു സാധനമാണ് സോഷ്യൽ ഐക്കൺസ്. ഇത് നിങ്ങൾക്ക് ഓണാക്കി ഇടാം വേണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓഫാക്കി ഇടാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഫോൺസ് മാറ്റാം, ഹെഡ്ലൈൻ്റെ സൈറ്റ് ടൈറ്റിൽ, ഇതെല്ലാം ഞങ്ങൾ ഓരോരോ പാർട്ടായിട്ട് പഠിപ്പിച്ച് തരാം. ഇനി അടുത്ത പോകുന്നത് പേജസിലോട്ടാണ്. പേജസ് ഇതിലിപ്പോൾ ഓൾറെഡി 3 പേജസ് ഉണ്ട്. നമുക്ക് പേജസ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഈ പേജസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. വേറൊരു പേജ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് കൊടുക്കുക. ഇതിൽ മൂന്നാല് ഇത് വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് പേജ്, ബ്ലോഗ് പേജ്, സ്റ്റോർ പേജ് ആൻഡ് എക്സ്റ്റേണൽ പേജ്. നമുക്ക് സ്റ്റാൻഡേർഡ് പേജ് വഴി, ബ്ലോഗ് പേജ് ആണെങ്കിൽ ബ്ലോഗിന് വേണ്ടിയാണ്. അത് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് എന്തെങ്കിലും പേര് ഈ ഒരു കൊടുക്കാം. 000 അങ്ങനെ കൊടുത്തിട്ട് സേവ് ആൻഡ് എഡിറ്റ് കൊടുക്കുക. അപ്പം പേജ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഈ പേജ് ഈ ഒരു മെനു ടാബിൽ ഈ പേജ് വേണമെങ്കിൽ കാണാം. ഇത് നിങ്ങളെ ടീം അനുസരിച്ചിരിക്കും. ഈ പേജിൻ്റെ ഈ ഫ്രണ്ട് ലുക്ക് നിങ്ങളെ ടീം അനുസരിച്ചിരിക്കും. ഈ സ്റ്റോർ എന്ന് പറഞ്ഞ ടാബിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇനി നേരെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വെബ് അഡ്രസ്സ് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. പിന്നെ നിങ്ങളെ സൈറ്റിൻ്റെ പേര് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇനി അടുത്ത കാര്യം പറഞ്ഞാൽ ഫാവിക്കൻ മീൻസ് ഇപ്പം നിങ്ങളുടെ സൈറ്റിൽ ഈ ഒരു ഫാവിക്കൻ ഇപ്പം നിങ്ങളെ സൈറ്റിൽ ഇതിപ്പോൾ വീബ്ലിയിലെ ഫാവിക്കനാണ്. ഇനിയിപ്പം നിങ്ങളെ സൈറ്റിന് വേണ്ടി ഇപ്പം യുവർ നെയിമിൻ്റെ ഒരു യു വെട്ടി നമുക്ക് അവിടെ വെക്കണമെങ്കിൽ അത് ഒരു പ്രോ വെബ്സൈറ്റ് ഫീച്ചറായിട്ട് ഫീൽ ചെയ്യും. ഇതിലിപ്പോൾ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാതെ നോക്കൂ. നമുക്ക് ഫാവിക്കൻ അങ്ങനെ മാറ്റാൻ വെക്കത്തില്ല. പക്ഷേ ചില ടെക്നിക്ക് വഴി നമുക്ക് ഈ ഫാവിക്കൻ മാറ്റി നമുക്ക് നിങ്ങളെ ഫാവിക്കൻ ആക്കി എടുക്കാം. അത് ടെക്നിക്ക് ഞാൻ ഇനി ഇടുന്നുണ്ട്. പിന്നെ പാസ്വേഡ് നിങ്ങളെ ഓരോ പേജസൊക്കെ പാസ്വേഡ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാം. പിന്നെ ഫേസ്ബുക്കുമായിട്ട് കണക്ട് ചെയ്യാൻ സെറ്റപ്പ് ഫേസ്ബുക്ക് സൈഡ് കൊടുത്ത് മൈ പ്രൊഫൈൽ എന്തെങ്കിലും കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേജ് ആയിട്ട് കണക്ട് ചെയ്യാം. പ്രൊഫൈൽ വെച്ച് കണക്ട് ചെയ്യാം, പേജ് വെച്ചും ചെയ്യാം. പിന്നെ ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഇതിൽ SEO ഉണ്ട്. അത് സെർച്ച് എഞ്ചിൻ്റെയാണ്, ഗൂഗിൾ വെബ് മാസ്റ്റർ അതുപോലെയൊക്കെ ഉള്ള. ഇത് സൈറ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ഫൂട്ടർ കോഡൊക്കെ കൊടുക്കാം. പിന്നെ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. CU ഒക്കെ ഞാനൊരു സ്പെഷ്യൽ പാർട്ടായിട്ട് ഇടാം. അപ്പോൾ നമ്മൾ ഒരു സൈറ്റിൻ്റെ ഒരു ഓവർവ്യൂ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇനി ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്യുകയാണ്. പബ്ലിഷ് ചെയ്താലേ നിങ്ങളുടെ സൈറ്റ് നിലവിൽ അവൈലബിൾ ആയിട്ട് വരത്തുള്ളൂ. weebly.com യുവർ സൈറ്റ് നെയിം 00.weebly.com ആണ്. കണ്ടിന്യൂ കൊടുക്കുക. കാറ്റഗറൈസ് യുവർ വെബ്സൈറ്റ് കാറ്റഗറൈസ് ചെയ്യുക. ബിസിനസ് കൊടുക്കുക. നമുക്ക് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, സൈറ്റ് പബ്ലിഷായി. നമുക്കൊന്ന് എഡിറ്റ് നോക്കാം. യുവർ സൈറ്റ് നെയിം 00.weebly.com പബ്ലിഷ് ആയിരിക്കുന്നു. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് വീബ്ലിയുടെ ലോഗോയാണ്. ഇത് വേണമെങ്കിൽ നമ്മളെ ലോഗോ ആക്കാം. അതിന് വേറൊരു ടെക്നിക്ക് ഉണ്ട്, ആ പാർട്ട് ഞാൻ ഇടാം. ഇവിടെ ഒരു വീബ്ലിയുടെ ഒരു ആഡ് ഉണ്ട്, അതും വേണമെങ്കിൽ നമുക്ക് മാറ്റി നമുക്ക് സ്വന്തമായിട്ടൊരു ഫൂട്ടർ ഉണ്ടാകാം. ഇതൊക്കെ ഈ ഒരു ഫൂട്ടറിൻ്റെ സെഗ്മെൻറ്റും ഈ ഫാവിക്കൻ്റെ സെഗ്മെൻറ്റും പ്രോ ഫീച്ചർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ ഔട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ കുറച്ച് ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവും.
പിന്നെ സെർച്ച് ദിസ് സൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റ് സെർച്ച് ചെയ്യാം. അങ്ങനെ പല സാധനങ്ങൾ ഇതിലുണ്ട്. അപ്പം നിങ്ങൾ സൈറ്റ് ജസ്റ്റ് ഒന്ന് പബ്ലിഷ് ആയാലേ ഉള്ളൂ. ഇനി ഞാൻ ഓരോരോ പാർട്ടായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോരോ ഫോട്ടോ ചെയ്യുന്നതും ബ്ലോഗ്സ് ചെയ്യുന്നതും വീഡിയോസ് ഇടുന്നതും എല്ലാം പഠിച്ചു തരാം. ഇതിപ്പം ഫസ്റ്റ് പാർട്ടാണ്. നിങ്ങൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ ഇതിൽ പഠിച്ചിട്ടുള്ളൂ. ഇനി കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആൻഡ് ഇനി ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ഞങ്ങളെ filedesk.weebly.com എന്ന് പറഞ്ഞാൽ ഈ സൈറ്റ് എടുത്ത് കാണുക. ഈ സൈറ്റ് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയ സൈറ്റാണ്. ഇത് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമെടുക്കും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട്. അപ്പം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രീ സൈറ്റാണ്. ഇവിടെ നമ്മൾ ഫൂട്ടർ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്, സെർച്ച് എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ നമ്മൾ തന്നെ ഫാവിക്കം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല ടെക്നിക്കും ഉണ്ട്. അപ്പം ഞങ്ങൾ ഫയൽഡെസ്ക് വെബ്സൈറ്റ് എടുത്ത് നോക്കുക. ആൻഡ് ഞങ്ങളെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ മറക്കല്. ആൻഡ് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി. അടുത്ത പാർട്ടായിട്ട് ഞാൻ എല്ലാം ഇടുന്നത് ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.